മര്യാദയ്ക്ക് മൈക്ക് മാറ്റിക്കോ, അതാണ് നല്ലത്. SIT ചോദ്യം ചെയ്ത അടൂർ പ്രകാശ് MPയെ വളഞ്ഞ റിപ്പോർട്ടർ ചാനലിന് കണക്കിന് കൊടുത്തിരിക്കുകയാണ് MP. 2.5 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം പുറത്തേക്കിറങ്ങിയ UDF കൺവീനർ അടൂർ പ്രകാശിനെ കാത്ത് മാധ്യമപ്പട നേരത്തെ തന്നെ നിലയുറപ്പിച്ചിരുന്നു. എന്നാൽ ആവശ്യത്തോടെയും ആകാംക്ഷയോടെയും അടുത്തേക്ക് നീങ്ങിയ മാധ്യമപ്രവർത്തകർ കണ്ടത് അടൂർ പ്രകാശിന്റെ നിയന്ത്രണം വിട്ട രോഷപ്രകടനമായിരുന്നു. മൈക്ക് താഴ്ത്തട, നിങ്ങളോട് പറഞ്ഞോ, റിപ്പോർട്ടർ ചാനലാണോ എല്ലാം തീരുമാനിക്കുന്നത്, മരം മുറിക്കാർ കൂടുതൽ ചോദിക്കാൻ വരണ്ട. അടൂർ പ്രകാശിന്റെ ഈ വാക്കുകൾ ഒരു നിമിഷം അവിടെയുണ്ടായിരുന്നവരെ നിശബ്ദരാക്കി. റിപ്പോർട്ടർ ചാനലിന്റെ കുനിഷ്ടു ചോദ്യങ്ങൾ MPയെ അത്രമേൽ പ്രകോപിപ്പിച്ചു എന്ന് വ്യക്തമായിരിക്കുകയാണ്. തന്റെ മുന്നിലേക്ക് നീട്ടിയ മൈക്കുകൾ തട്ടിമാറ്റിക്കൊണ്ട് അത്യന്തം രോഷാകുലനായാണ് അടൂർ പ്രകാശ് മാധ്യമപ്രവർത്തകരോട് കയർത്തത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ കോൺഗ്രസ് നേതാക്കളെ പ്രതിസ്ഥാനത്ത് നിർത്താൻ CPM കിണഞ്ഞു പരിശ്രമിക്കുമ്പോൾ അതിന് കുടപിടിക്കുന്ന സമീപനമാണ് റിപ്പോർട്ടർ ചാനലിൽ നിന്നുണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഒരു പഴയ ഫോട്ടോ ഉയർത്തിക്കാട്ടി അടൂർ പ്രകാശിനെ ഈ വിവാദങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കാനാണ് ഇടതുമുന്നണി ശ്രമിക്കുന്നത്. അവിടെയും വാർത്തകളുടെ വിസ്ഫോടനം തീർക്കുകയാണ് റിപ്പോർട്ടർ ചാനൽ. പ്രതിപക്ഷ നേതാവ് സഭയിൽ ഉന്നയിച്ച കാര്യങ്ങൾ ശരിവെക്കുന്ന തരത്തിലാണ് നിലവിലെ നീക്കങ്ങൾ. കോൺഗ്രസ് നേതാക്കളെ മനഃപൂർവ്വം വേട്ടയാടാൻ സർക്കാർ സംവിധാനങ്ങളെ ഉപയോഗിക്കുന്നു എന്ന വികാരം UDF കേന്ദ്രങ്ങളിൽ ശക്തമാണ്. അതിനിടയിലാണ് ചൊറിയുന്ന ചോദ്യവുമായി റിപ്പോർട്ടർ ചാനൽ എത്തിയത്. നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദത്തിൽ ഉൾപ്പെട്ടപ്പോൾ അതിന് വഴിമരുന്നിട്ടത് ഇതേ റിപ്പോർട്ടർ ചാനലാണ്. അന്ന് രാഹുലും ഈ ചാനലിനെതിരെ ശബ്ദമുയർത്തിയിരുന്നു. ഒടുവിൽ അടൂർ പ്രകാശ് MPയും ചാനലിനെ പഞ്ഞിക്കിട്ട് കഴിഞ്ഞു. അതിന്റെ വീഡിയോ ചേർക്കുന്നുണ്ട്, കണ്ടുനോക്കാം. എന്നോട് ചോദിച്ചതിന് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഈ റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്ന മരമുറി ചാനലിന് ഒന്നും പറയാൻ വേണ്ടി അല്ല ഞാൻ. അത് ഞാനല്ല തീരുമാനിക്കേണ്ടത്, അത് തീരുമാനിക്കേണ്ടത് ഉദ്യോഗസ്ഥന്മാരാണ്. അവർക്ക് അവ്യക്തത ഉണ്ടോ എന്ന് ഞാൻ പറയുന്നത് ശരിയല്ല. പക്ഷേ അവര് ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ കൃത്യമായി മറുപടി. നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? താങ്കളോട് പറഞ്ഞിട്ടുണ്ടോ? താങ്കളോട് പറഞ്ഞിട്ടുണ്ടോ? ഈ ചാനലില് ഈ പറയുന്ന അങ്ങനെ ചോദിക്കണ്ട. ഞാൻ പറഞ്ഞ മറുപടി നിങ്ങൾ എല്ലാവരും കേൾക്കുക. എന്നോട് ചോദിച്ചതിന് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഈ റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്ന മരമുറി ചാനലിന് ഒന്നും പറയാൻ വേണ്ടി അല്ല ഞാൻ പറയിപ്പിക്കുന്നത്. ബന്ധമാണോ പ്രധാനമായും ചോദ്യം ചെയ്യലിൽ ഉയർന്നു വന്നത്? പോറ്റിയുടെ കാര്യങ്ങളും മറ്റും കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും അവരുമായി പങ്കുവച്ചിട്ടുണ്ട്. ആ പങ്കുവെച്ചതനുസരിച്ച് അവരെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാം ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് അറിയേണ്ട എല്ലാ കാര്യങ്ങളും ചോദിച്ചതനുസരിച്ച് കൃത്യമായി മറുപടി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എന്നോട് സാമ്പത്തിക ഏർപ്പാടായിട്ട് ഒരു കാര്യം എന്നോട് ചോദിച്ചിട്ടില്ല. എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു. പോറ്റി SIT കൊടുത്ത മൊഴി എന്ന് പറയുന്നത് കർണാടകയിലെ തന്റെ ബന്ധം വഴിയാണ്. അത് എനിക്കറിയില്ല. അത് നിങ്ങൾ അങ്ങനെ കണ്ടുപിടിച്ചു എങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെ കണ്ടു ചോദിക്കുക. അദ്ദേഹം പുറത്തിറങ്ങിയിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തെ കണ്ട് കാര്യങ്ങൾ ചോദിക്കുക. കാര്യങ്ങൾ ചോദിച്ചാൽ അദ്ദേഹം അതിന് മറുപടി പറയും. എന്നോട് ചോദിക്കേണ്ട ഇന്നിപ്പോ മൊഴിയെടുക്കാൻ വിളിച്ച അവസരത്തിൽ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ചോദ്യം ചെയ്യുന്നതിനെ വിളിച്ചിരുന്നു. ഒരുമിച്ചിരുത്തി അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നടന്നിട്ടില്ല. എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ മറുപടി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആ മറുപടി പറഞ്ഞതനുസരിച്ച് ഇനി അവർ തീരുമാനിക്കട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ചോദിക്കാനുണ്ടെങ്കിൽ അവിടെ പോയി മണ്ഡലത്തിലെ പോറ്റിയുമായി താങ്കൾ പലതവണ പറഞ്ഞു. പക്ഷേ താങ്കൾ ആറ്റിങ്ങൾ എത്തിയാവുന്നതിന് മുമ്പ് പലതവണ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അതിലെന്താണ് നിങ്ങൾ അവിടെ അന്വേഷിക്കും.